ഹായ് ഓൾ, നമ്മളുടെ എല്ലാവരുടെയും സ്കിൻ ടോൺ അല്ലെ സ്കിൻ അണ്ടർടോൺ ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമ്മൾ ചൂസ് ചെയ്യുന്ന ഓരോ കളേഴ്സ്, അതായത് ഡ്രസ്സിൻ്റെ കളർ അല്ലെങ്കിൽ ഹെയർ കളർ അല്ലെ ലിപ്സ്റ്റിക് ഷെയ്ഡ്, ഫൗണ്ടേഷൻ, ഇതൊക്കെ നമ്മുടെ സ്കിൻ ടോണിനെ ബേസ് ചെയ്തിരിക്കും. സോ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ സ്റ്റോറീസ് ബൈ സോണിയ. ഇന്നത്തെ നമ്മുടെ സ്റ്റോറി സ്കിൻ അണ്ടർടോൺ ഐഡന്റിഫിക്കേഷനെ കുറിച്ചാണ് കേട്ടോ. സ്കിൻ അണ്ടർടോൺ അറിഞ്ഞാലാണ് നമ്മൾ ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും നമുക്ക് മാച്ചിങ് ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള മെത്തേഡ്സ് ആണ് പറയുന്നത്. ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മുടെ വെയിൻ കളർ ടെസ്റ്റ് ആണ്. അതായത് നമ്മുടെ ഈ വെയിനിൽ ഏതാണ് കളർ എന്ന് നോക്കുക. ഇപ്പോൾ എനിക്കൊരു ഗ്രീൻ കളറാണ് വരുന്നത്. അപ്പോൾ ഗ്രീൻ കളർ വെയിൻ ആണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്കൊരു വാം അണ്ടർടോൺ ആയിരിക്കും. അപ്പോൾ വാം അണ്ടർടോണിന് ചേരുന്ന കുറേ കളേഴ്സ് ഉണ്ട്, ഞാനതിവിടെ കാണിക്കാം കേട്ടോ. അതായിരിക്കും നമുക്ക് മാച്ചിങ് ആയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഈ ഗ്രീൻ അല്ലാതെ നിങ്ങൾക്ക് പർപ്പിൾ ഓർ ബ്ലൂ കളറാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നതെങ്കിൽ, വെയിനിൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്കൊരു കൂൾ അണ്ടർടോൺ ആയിരിക്കും. സോ കൂൾ അണ്ടർടോണിൻ്റെ കളേഴ്സും ഞാൻ കാണിക്കാം. ആൻഡ് ഇതിൻ്റെ മിക്സ് ആണ്, ഇപ്പോൾ ബ്ലൂ അല്ലെ പർപ്പിൾ അല്ലെങ്കിൽ ഗ്രീൻ, ഇത് മിക്സ് ആണ് നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്രൽ അണ്ടർടോൺ ആയിരിക്കും. സോ ന്യൂട്രൽ അണ്ടർടോണിൽ ബ്ലൂ, ഈ കൂൾ ആൻഡ് വാം കളേഴ്സ് നമുക്ക് മാച്ചിങ് ആയിരിക്കും. സോ അതെല്ലാം ഞാൻ എന്തൊക്കെ കളേഴ്സ് ആണെന്നുള്ളത് കാണിക്കാം. പിന്നെ നമുക്ക് ഒലീവ് എന്ന് പറയും. അതായത് ഈ ഗ്രീനിൻ്റെ കൂടെ ഒരു ഗ്രേ ഷെയ്ഡൂടെ വരുന്നുണ്ടെങ്കിൽ അത് ഒലീവ് എന്ന് പറയും. അത് ലൈക്ക് ഒരു വാം പോലെ തന്നെയാണ് കേട്ടോ. സോ ഇങ്ങനെ വാം, കൂൾ, ന്യൂട്രൽ, ഇതാണ് നമ്മുടെ അണ്ടർടോൺ വരുന്നത്. സോ അതിനനുസരിച്ച് നമുക്ക് കളർ ഡ്രസ്സസ് ഇടുമ്പോൾ നമ്മുടെ മുഖത്തിന് അത് കുറച്ചുകൂടെ മാച്ചിങ് ആയിരിക്കും. ആൻഡ് സെക്കൻഡ് മെത്തേഡ് ജ്വല്ലറി ടെസ്റ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഗോൾഡ് ജ്വല്ലറി ഇടുമ്പോൾ നിങ്ങൾക്ക് ഫേസിന്, അതായത് നിങ്ങൾക്ക് അത് മാച്ചിങ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വാം അണ്ടർടോൺ ആയിരിക്കും. സിൽവർ ഇടുമ്പോൾ നിങ്ങൾക്ക് മാച്ചിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂൾ അണ്ടർടോൺ ആയിരിക്കും. സിൽവറും ഗോൾഡും നിങ്ങൾക്ക് ചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്രൽ, ഒരു മ്യൂട്ടഡ് ഗോൾഡ് അല്ലെങ്കിൽ ബ്രോൺസ് നിങ്ങൾക്ക് മാച്ചിങ് ആണെങ്കിൽ നിങ്ങൾ ഒലിവ് അണ്ടർടോണിൽ പെടും. ആൻഡ് തേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് വൈറ്റ് പേപ്പർ അല്ലെ വൈറ്റ് ടീഷർട്ട്. ഇപ്പോൾ വൈറ്റ് ടീഷർട്ട് ഇട്ടിട്ട് നമ്മുടെ ഫേസിൽ കളർ നോക്കുക, അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ ഇവിടെ വെക്കുക, അല്ലെങ്കിൽ ഫേസിൻ്റെ ഇവിടെ വെച്ചിട്ട് നമുക്ക് കളറൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പം നമുക്ക് ഫേസിൽ ഒരു പിങ്ക് അല്ലെങ്കിൽ റോസ് ഷെയ്ഡാണ് വരുന്നെങ്കിൽ അതൊരു കൂൾ അണ്ടർടോൺ ആയിരിക്കും. അതല്ല നമുക്കൊരു ഗോൾഡൻ കളറാണ് വരുന്നതെങ്കിൽ നമുക്കൊരു വാം അണ്ടർടോൺ. വൈറ്റ് പേപ്പർ നമ്മൾ വെക്കുമ്പോൾ ഈ പിങ്ക് അല്ല അല്ലെങ്കിൽ ഗോൾഡ് അല്ലാത്ത കളർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂട്രൽ അണ്ടർടോൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവരും സ്കിൻ അണ്ടർടോൺ ഒക്കെ അറിഞ്ഞിട്ട് ഡ്രസ്സ് ഇടുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.